അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരൻ, ഇവിടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം എഴുതിയപ്പോൾ ബഹുമാന്യരായ 4 പണ്ഡിതന്മാർ, പി മുഹമ്മദ് മദനി, ഇല്യാസ് മൗലവി, ഷംസുദ്ദീൻ മന്നാനി, അബ്ദുൽ ഷക്കൂർ കാസിമി, ഇവർ 4 പേർക്കും അയച്ചു കൊടുക്കുകയും അവരുടെ അവതാരിക ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ അവതാരിക ഈ പുസ്തകത്തിലുണ്ട്. അവരിൽ 3 പേരോടെ സ്റ്റേജിലുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അള്ളാഹു പ്രത്യേകിച്ച് അവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തി. ഇത്തരമൊരു പുസ്തകം എന്തുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിൽ വെച്ച് ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നത് മുതൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിമർശന കൊടുങ്കാറ്റ്. സത്യത്തിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെയും കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൗഡ് മുസ്ലിംസ് നേരത്തെ പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതേപോലുള്ളൊരു ഗ്രന്ഥം എന്തുകൊണ്ട് ഇങ്ങനെ പരസ്യപ്പെടുത്തി ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആരെങ്കിലുമെല്ലാം സത്യം തുറന്നു പറയാൻ ആർജവം കാണിക്കണം എന്നുള്ള ബോധ്യം തന്നെയാണ്. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദാർശനിക തലത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം, എല്ലാവരുടെയും കയ്യടി ലഭിക്കുന്നൊരു മാർഗം, എല്ലാം ശരിയാണെന്ന് പറയലാണ്. എല്ലാം ശരിയാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഒരു വിവരവും ഉണ്ടാകാൻ പാടില്ല, അതല്ലെങ്കിൽ അത്രയധികം വലിയ കാപട്യം ഉണ്ടാകണം. ഈ 2 രൂപത്തിലല്ലാതെ ഒരിക്കലും ദർശനത്തെ സമീപിക്കുന്ന, തത്വശാസ്ത്രത്തെ സമീപിക്കുന്ന, മതത്തെ സമീപിക്കുന്ന, രാഷ്ട്രീയത്തെ സമീപിക്കുന്ന, രാഷ്ട്രമീമാംസയെ സമീപിക്കുന്ന, തത്വശാസ്ത്രത്തെ സമീപിക്കുന്ന ഒരാൾക്കും എല്ലാം ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാം ശരിയാണ് എന്നൊരാശയം ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തൊരു ദർശനവും ജനിക്കുമായിരുന്നില്ല. ഭാരതത്തിൻ്റെ ഭൂമിക തന്നെ എടുത്തു നോക്കുക. ഇന്ത്യയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ശ്രുതി ഗ്രന്ഥങ്ങളുണ്ട്, സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ സമ്യക്കായി സമ്മേളിപ്പിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അദ്വൈത ദർശനം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരെ ഇന്ത്യയിൽ നിരവധി ദാർശനികമായ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. മാധ്വാചാര്യൻ്റെ ദ്വൈത ദർശനം ഉണ്ടായി, രാമാനുജാചാര്യൻ്റെ വിശിഷ്ടാദ്വൈത ദർശനം ഉണ്ടായി. ഇവരെല്ലാം പറഞ്ഞത് എന്താണ്? അദ്വൈത ദർശനം ശരിയല്ല എന്നൊരാൾ, ദ്വൈത ദർശനം ശരിയല്ല എന്ന് മറ്റേയാൾ. ഇതന്നെ ദാർശനികമായി
ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു 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 വിവരം ഉണ്ടാവരുതെന്നാൽ എല്ലാം ശരിയാന്ന് പറയും, അല്ലെങ്കിൽ അത്രയധികം കാപട്യം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ലേബലിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാം ശരിയാണ് എന്ന ആശയം ചിലർ പ്രചരിപ്പിച്ചപ്പോൾ ആ ആശയത്തെ അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ കഴിയും. പക്ഷേ പുതിയ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ആ ആശയം ആളുകൾക്ക് ഒരു ഈസി റിലീജനെ നൽകുകയും അത് സത്യത്തോടുള്ള പ്രതിബദ്ധതയെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു രചനക്ക് തയ്യാറാകാൻ ഞാൻ ഇടപെട്ടത്. കാരണം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തീർച്ചയായും ഖുർആൻ ദൈവികമെന്ന് കാര്യത്തിൽ മുസ്ലിം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഖുർആൻ പറയുന്നത് എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്നാണ് എന്ന വാദം ഉന്നയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനത്തെ ശരിയാണ് എന്ന് ബോധ്യമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ആ പറയുന്നത് ശരിയല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പുസ്തകരചനയുമായി മുന്നോട്ട് പോയത്. ഇവിടെ ഇല്യാസ് മൗലവി സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിലൊരു വചനത്തിൽ പറയുന്നത് ആ വചനം ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ഒരു ഇഷ്ടവചനം, 2 വചനങ്ങളിലായിട്ടുള്ള വിശ്വാസികളാണെങ്കിലും യഹൂദരാണെങ്കിലും നസ്രാണികളാണെങ്കിലും സാബികളാണെങ്കിലും അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള വചനമാണ്. എന്ന വചനമല്ല 2 തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ വചനത്തിൽ, സൂറത്തുൽ മാഇദയിൽ 67-ാമത്തെ വചനത്തിൽ. ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സത്യവാദം അവതരിപ്പിക്കുന്നത് ആൾക്ക് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള 4 മതവിഭാഗങ്ങളെയും അവരുടെ വേദഗ്രന്ഥങ്ങളെയും ആ വിഭാഗങ്ങളുടെ ദൈവവിശ്വാസത്തെയും പരലോക വിശ്വാസത്തെയും നന്മതിന്മകളെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെയും, കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ദൈവവിശ്വാസം ഉണ്ടാകണം, പരലോകത്തിൽ വിശ്വസിക്കണം, നന്മ ചെയ്യണം, ഇതാണല്ലോ. അപ്പോൾ ആ വീക്ഷണങ്ങളെയും താരതമ്യം ചെയ്യാൻ വേണ്ടി ഒരല്പം അപകടമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്തരം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദർശനങ്ങളെ സത്യസന്ധമായി സമീപിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനെയും മറ്റ് മതവേദഗ്രന്ഥങ്ങളെയും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരമൊരു പുസ്തകത്തിൻ്റെ പ്രസാധനം വലിയൊരു വിമർശനമായി, ഒരു വലിയ ഇഷ്യൂ ആയി തോന്നിയത്. ഏതെങ്കിലും മതത്തെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തെ ഏതെങ്കിലും ഒരു മതത്തെയോ ഇകഴ്ത്തുകയോ ആ രൂപത്തിലുള്ള ഒരു പഠനം നടത്തുകയോ അല്ല. ഖുർആന്റെ വീക്ഷണത്തിലുള്ള ഇപ്പറഞ്ഞ ആയത്തിൻ്റെ വിവക്ഷ എന്താണ് സർവമത സത്യവാദത്തിൻ്റെ ഭാരതീയമായ അടിത്തറയിലുള്ള സംഗതികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിലേക്ക് പോകുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു ബൗദ്ധിക സംവാദം വിഷയകമായി നടക്കാനുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ ദൗത്യമാണ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ അല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ. ഇസ്ലാമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ
പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ദൗത്യമാണ് ഈ ഒരു കാപട്യത്തിനെതിരെ പോരാടുക എന്ന്. കാപട്യം എന്നാണ് ഞാനിത് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു കാപട്യമാണ്, പച്ചയായ കാപട്യമാണ്. കാരണം ഒരേ രൂപത്തിൽ ഒരിക്കലും രണ്ട് ദർശനങ്ങൾ ഒന്നാകുന്ന ഒരവസ്ഥ ദർശനങ്ങളെക്കുറിച്ച് ആരെങ്കിലും പഠിച്ചാൽ ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. പുസ്തകം സംസാരിക്കും ഇൻഷാ അല്ലാ. അവിടെ സംവാദം നടക്കാനുണ്ട്. മഗ്‌രിബിന് മുമ്പ് പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള സഹോദരങ്ങളെ, ഇത് ഒരു വലിയ ദൗത്യ നിർവഹണമാണ്. അത് ഒരു വ്യക്തിയുടെയല്ല, പ്രൗഡ് മുസ്ലിംസ് അത് ഏറ്റെടുത്തതും അതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലത്തിലുള്ള പ്രൗഡ് മുസ്ലിംസ് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ, പ്രൗഡ് മുസ്ലിംസിൻ്റെ പിന്നിലുള്ള ആളുകൾ എല്ലാം വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ടവരാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഉമ്മത്തിൻ്റെ ദൗത്യമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി സന്നദ്ധമാകുന്നത്. ഒപ്പം തന്നെ പറയട്ടെ, ഏത് രൂപത്തിലുള്ള അതിൽ ആശയപരമായി ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളെയും പൂർണ്ണമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യാം. ആശയതലത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകണം, ചർച്ചകൾ നടക്കണം, സംവാദങ്ങൾ നടക്കണം. ആ സംവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ സമൂഹത്തിന് സത്യം ബോധ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആ തരത്തിലുള്ള, അല്ലാതെ പുസ്തകത്തിനെതിരെ, പുസ്തകത്തിൻ്റെ പ്രസാധനത്തിനെതിരെ, പുസ്തകം പ്രസാധനം ചെയ്താൽ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളല്ല, മറിച്ച് ആശയപരമായി പുസ്തകത്തിനകം നോക്കി അതിൽ മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങൾക്കുള്ള ഖണ്ഡനങ്ങളാണ് വരേണ്ടത്. അതിന് തുറന്ന സ്വാഗതം ചെയ്യുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഫ്രദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമറി.